ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാനുള്ള പടയൊരുക്കം ശക്തമാവുകയാണ്. തരൂരിനെ വിദേശകാര്യ പാർലമെന്ററി സമിതി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പാർട്ടി ആവശ്യപ്പെടണമെന്നാണ് ഇപ്പോൾ ഒരു വിഭാഗത്തിന്റെ നിലപാട്. അച്ചടക്ക ലംഘനത്തിന് വിശദീകരണം തേടണമെന്നും ആവശ്യമുണ്ട്. അതായത് എല്ലാ ചേരിയിൽ നിന്നും തരൂർ വിരുദ്ധത അലയടിക്കുന്നു എന്ന് സാരം. കോൺഗ്രസുകാരനായിരിക്കുമ്പോൾ കോൺഗ്രസുകാരന്റെ ഉടുപ്പിട്ട് മാത്രം പ്രവർത്തിച്ചാൽ മതി, മറിച്ച് രാജ്യസ്നേഹം രണ്ടാമതെന്ന നിലപാടിലാണ് കോൺഗ്രസ്. ശശി തരൂർ പുറത്തായാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നഷ്ടം തരൂരിന് മാത്രമല്ല കോൺഗ്രസിനുമാണ്. ആ ബോധ്യം വന്നപ്പോഴാണ് പാർട്ടി തന്നെ തരൂരിന് പച്ചക്കൊടി കാണിച്ചത്. എന്നിട്ടും തരൂരിന്റെ നിലപാടിനെ കടിഞ്ഞാണിടാൻ ഒരു കൂട്ടം ഇറങ്ങി തിരിച്ചിരിക്കുന്നു. തരൂരിനെ രൂക്ഷമായി വിമർശിച്ച UDF കൺവീനർ അടൂർ പ്രകാശ് കൂടി രംഗത്ത് വന്നതോടെ തരൂരിനെ മൂടോടെ പിഴുതെറിയാനുള്ള ശ്രമങ്ങൾ ശക്തമാവുകയാണ് കോൺഗ്രസിൽ. കോൺഗ്രസുകാരൻ ആ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് മാത്രം പ്രവർത്തിക്കണമെന്നും അത് തരൂരിന്റെ മാത്രമല്ല താൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തകരുടെയും ചുമതലയാണ് എന്നുമാണ് അടൂർ പ്രകാശിന്റെ വാദം. ജനങ്ങളാണ് പാർട്ടി പ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്നത്, ആരും മുകളിൽ നിന്ന് കെട്ടിയിറക്കുന്നവരല്ല. പാർട്ടിയുടെ വളയത്തിനുള്ളിൽ നിന്ന് പുറത്തു വന്ന എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ കയ്യടി കിട്ടുമായിരിക്കും. കയ്യടിക്ക് ഉപരിയായി പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിക്കണം. ഇതിന് കഴിയില്ലെങ്കിൽ സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച് വിജയിക്കണമെന്നുമായിരുന്നു അടൂർ പ്രകാശ് തരൂരിനെ കുറ്റപ്പെടുത്തിയത്. പാർട്ടി നിർദ്ദേശിച്ചില്ലെങ്കിലും താൻ പോവുമെന്ന് പറയുന്ന നിലപാട് ശരിയല്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. കോൺഗ്രസിന് ഒരു അഭിപ്രായമുണ്ട്, അത് സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. കോൺഗ്രസ് എന്ന മാതൃസംഘടനയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് ആര് പോയാലും അത് ശരിയല്ല. ഏത് വലിയവനായാലും ചെറിയവനായാലും പാർട്ടി ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കണമെന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വിവാദം പാർട്ടിക്കും സർക്കാരിനും ഇടയിലാണെന്നും ദേശസേവനം പൗരന്മാരുടെ കടമയാണെന്നുമായിരുന്നു ശശി തരൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇതായിരുന്നു കോൺഗ്രസിനെ ചൊടിപ്പിച്ചതും. പാകിസ്ഥാനെതിരെ വിദേശ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിനായി ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന സംഘത്തിലേക്കുള്ള സർക്കാർ ക്ഷണം ബഹുമതിയായി കരുതുന്നുവെന്ന് ഇതിനോടകം തന്നെ ശശി തരൂർ എക്സിലൂടെ പ്രതികരിച്ചിരുന്നു. സർവകക്ഷി സംഘത്തെ നയിക്കാനും സമീപകാല സംഭവങ്ങളെ കുറിച്ചുള്ള നമ്മുടെ രാജ്യത്തിന്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനും ഇന്ത്യൻ സർക്കാരിന്റെ ക്ഷണം എനിക്ക് ബഹുമതിയായി തോന്നുന്നുവെന്നും ശശി തരൂർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാൻ പിന്തുണയോടെയുള്ള ഭീകരവാദത്തിനെതിരെ ആഗോളതലത്തിൽ നിലപാട് വ്യക്തമാക്കാനാണ് ഇന്ത്യയുടെ നീക്കം. തീവ്രവാദത്തിനെതിരെ ഇന്ത്യ ഉയർത്തുന്ന അസഹിഷ്ണുത സന്ദേശം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിനായി സർവകക്ഷികൾ അടങ്ങുന്ന 7 പ്രതിനിധി സംഘങ്ങളെ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു. അതിലൊരാളായിരുന്നു ശശി തരൂർ. സർവകക്ഷി പ്രതിനിധി സംഘത്തിലെ ശശി തരൂരിന്റെ പങ്കാളിത്തം ഉറപ്പാകുമ്പോൾ കോൺഗ്രസ് തരൂരിനെ തഴയുന്ന സ്ഥിതിയാണ് ഇപ്പോഴുണ്ടാകുന്നത്.